നമസ്കാരം. കൃത്യതയോടെ വ്യക്തമായി ആഴത്തിലേക്ക് ക്ലിയർ കട്ട്. എഡിറ്റർ രാജീവ് ദേരാജ് കൂടി ചേരുന്നു. ചൌക്കിദാർ മുദ്രാവാക്യമുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് മീററ്റിൽ തുടക്കം. ഭൂമിയിലും ആകാശത്തും ബഹിരാകാശത്തും മിന്നലാക്രമണം നടത്താനുള്ള നെഞ്ചുറപ്പ് കാവൽക്കാരന് മാത്രമേ ഉള്ളൂ എന്ന് മോദി പറഞ്ഞു. जमीन हो, आसमान हो या फिर अंतरिक्ष, सर्जिकल स्ट्राइक का साहस आपके इस चौकीदार की सरकार ने दिखाया है. അതേസമയം പൊളിഞ്ഞ സിനിമയിലെ നായകന്റെ അഭിനയമാണ് മീററ്റിൽ കണ്ടത് എന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി. भविष्य के लिए कोई बात नहीं, इसलिए आप एक फ्लॉप फिल्म के फ्लॉप एक्टर की तरह केवल एक्रोनियम्स, केवल आप शब्द घड़ते रहते. ശ്രീ രാജീവ് ദേരാജ് കൂടി ചേരുന്നു. നമ്മുടെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ മാസ് എൻട്രി, മാസ് ഡയലോഗ്. പക്ഷേ മിന്നലാക്രമണം നടത്തിയ സൈന്യം, ഗവേഷകരുടെ വലിയ വിജയം, ഇതൊക്കെ വെറും രാഷ്ട്രീയമായി മാറുന്ന കാഴ്ചകളാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി വരാൻ പോകുന്നത്? ഗോപി, ഇന്നലെ പ്രധാനമന്ത്രിയുടെ വലിയ ബിൽഡപ്പ് ഒക്കെ ഉണ്ടാക്കിയ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ രാജ്യത്തോടുള്ള അഭിസംബോധന, അത് കഴിഞ്ഞിട്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പല തലങ്ങളിൽ പരിശോധിക്കുകയുണ്ടായി. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണോ, ദൂരദർശൻ്റെ എന്തെങ്കിലും സംവിധാനം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ, സർക്കാർ സംവിധാനത്തെ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരുടേതൊക്കെ ആണെങ്കിലും അടക്കം ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് പരിശോധിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിക്കും അല്ലെങ്കിൽ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് സംബന്ധിച്ച് ക്ലീൻ ചിറ്റാണ് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെയും ലംഘനം ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാര്യം തെരഞ്ഞെടുപ്പ് റാലിയിൽ അടക്കം ഉന്നയിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ആകാശത്തും ഏത് മേഖലയിലാണെങ്കിലും ഈ രാജ്യത്തിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സുരക്ഷാഭടനായ എൻ്റെ ഈ സർക്കാരിന് കഴിയും എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയമായി കൂടി ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ്. അല്ലെങ്കിൽ അത്തരം ഒരു പദ്ധതി BJPക്കും കേന്ദ്ര സർക്കാരിനും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാകുന്നതാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. 2004 അധികാരത്തിൽ വരുമ്പോൾ മോദി സർക്കാർ അല്ലെങ്കിൽ BJP തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അധികാരം ഒഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് സമയത്ത് വികസനത്തിൻ്റെ ഒരു പ്രോഗ്രസ് കാർഡ് ഉണ്ടാക്കും, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം വിലയിരുത്തപ്പെടേണ്ട സർക്കാരിനെ എന്നാണ്. ഇപ്പോൾ പ്രോഗ്രസ് കാർഡല്ല, അതിനപ്പുറമുള്ള അതിവൈകാരികത, ദേശീയത, അതിലേക്കാണ് കാര്യങ്ങൾ ഊന്നുന്നത്. എന്തുകൊണ്ടാവാം? 2014 BJPക്ക് ഒറ്റയ്ക്ക് അധികാരം കിട്ടുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ വരുമ്പോൾ അവിടെ സെൻട്രൽ ഹാളിൽ വെച്ചാണ് ഇത്തരം ഒരു പ്രസംഗം നടത്തുന്നത്. ആ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി ഇപ്പോൾ വികസന നേട്ടങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ മുദ്രാവാക്യം തന്നെ മുംകിൻ അഭി മുംകിൻ ഹേ, അതായത് ഇതിനു മുമ്പ് അസാധ്യമായത് ഇപ്പോൾ സാധ്യമാണ് എന്നതാണ് മുദ്രാവാക്യമായി പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ ബഹിരാകാശത്തെ ഈ നേട്ടം അടക്കമുള്ള കാര്യങ്ങൾ ഇതിനു മുൻപ് സാധ്യമല്ലാതിരുന്നത് സാധ്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് BJPയും കേന്ദ്ര സർക്കാരും ഉയർത്തിക്കാണിക്കുന്നത്. പക്ഷേ മൊത്തത്തിൽ ജനങ്ങളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെട്ടു, അല്ലെങ്കിൽ രാജ്യത്തിന് എന്ത് രീതിയിലുള്ള അഭിവൃദ്ധി ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വികസന രംഗത്തുള്ള നേട്ടങ്ങളെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ തന്നെയാണ് അതിനപ്പുറമുള്ള ഗോപി പറഞ്ഞതുപോലെയുള്ള വൈകാരികമായ അല്ലെങ്കിൽ ദേശീയതയുമായി ബന്ധപ്പെട്ട രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് വോട്ടർമാരുടെ, ജനങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ചില വൈകാരികമായ തലങ്ങളെ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണത്തിനാണ് ഇപ്പോൾ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പല ഘട്ടങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ അതിർത്തിയിലുണ്ടായ പ്രശ്നം, അതിനെ നേരിട്ട പ്രശ്നം തുടങ്ങിയ കാര്യങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇത്തരത്തിലൊരു നേട്ടത്തെക്കുറിച്ച്, ബഹിരാകാശ രംഗത്തുണ്ടായ നേട്ടത്തെക്കുറിച്ച് അടക്കം പറയുമ്പോൾ അത് ഒരു ദേശീയത വലിയ രീതിയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും വൈകാരികമായും ഈ പ്രശ്നങ്ങളെ കാണാനാണ് BJP ശ്രമിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലേക്കുള്ള പ്രചരണം മാത്രമേ ആകുന്നുള്ളൂ. ഇതിൻ്റെ പല ഘട്ടങ്ങളിലായുള്ള പ്രചരണവും മറ്റു കാര്യങ്ങളും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് എന്തായിരിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലൂടെ ഇന്ന് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് ആവട്ടെ, ഇന്നിപ്പോൾ പരാജയപ്പെട്ട നായക നടൻ്റെ അഭിനയമാണെന്ന് പറയട്ടെ, ഈ വക വൈകാരിക പ്രചരണങ്ങളെ ട്രോളാൻ കോൺഗ്രസിന് പറ്റുന്നുണ്ട്, പക്ഷേ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട്. 2014 രാഹുൽ ഗാന്ധി ഒരു വശത്ത് നിൽക്കുന്നു, അന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടപ്പെട്ട നരേന്ദ്രമോദി വേറൊരു ഭാഗത്ത് നിൽക്കുന്നു. അന്നും ഇത്തരത്തിലുള്ള റാലികൾ നടക്കുമ്പോൾ വ്യക്തമായി ഒരു കാര്യം അറിയാം. അന്ന്
പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി BJP ഉയർത്തിക്കാണിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അല്ലെങ്കിൽ ജനവിധി തേടുന്ന BJPയുടെ നേതാവായ നരേന്ദ്രമോദി ആണെങ്കിൽ പോലും അദ്ദേഹം പ്രധാനമന്ത്രിയെ പോലെ തന്നെയാണെന്ന് സംസാരിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി അല്പം അല്ലെങ്കിൽ ഡിഫെൻസീവാണ്, അല്ലെങ്കിൽ അല്പം പ്രതിരോധത്തിൽ ഊന്നിയുള്ള ഒരു പ്രചാരണ രീതികളും ഒക്കെ ആയിട്ടാണ്. ആക്രമണോത്സുകമായി തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളും അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്നതും ഒക്കെ തന്നെ. പക്ഷേ ഈ 5 വർഷം കൊണ്ട് എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടി വരും. ഉണ്ടായ വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ പല പ്രതികൂല ഘടകങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പരാജയം അടക്കമുള്ള പ്രതികൂല ഘടകങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായില്ല എന്ന് വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ അല്പം പ്രതിരോധത്തിൽ, അത്തരം കാര്യങ്ങൾ പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആക്രമണോത്സുകതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനെ എതിരിടുന്ന കാര്യത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചമാണ്. രാഹുൽ ഗാന്ധി എന്ന നേതാവ് ജനങ്ങളുടെ മുന്നിൽ സംസാരിക്കുമ്പോഴായാലും അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോഴാണെങ്കിലും സർക്കാരിനെ കടന്നാക്രമിക്കുമ്പോഴൊക്കെയുമാണെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് ഫലപ്രദമായി അല്ലെങ്കിൽ കുറെ കൂടി കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ട്രോളുകളും അല്ലെങ്കിൽ ട്വിറ്ററുകൾ വാചകങ്ങളും ഒക്കെ പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് ഉപയോഗിക്കുന്നുണ്ട്. അത് കുറേയൊക്കെ ഫലപ്രദമാണ് എന്ന് തന്നെയാണ്. ഇത് എത്ര പേരിൽ സാധാരണക്കാരിലേക്ക് എത്തും എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട് എങ്കിൽ പോലും പൊതുവെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഫലപ്രദമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ. തീർച്ചയായും ഈ സാധാരണക്കാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാസ് ഡയലോഗുകളാണ് ഒരു നായകൻ്റെ എൻട്രിക്ക് പറ്റിയ സാഹചര്യമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് റാലിയിലൊക്കെ ഉണ്ടായത്. പക്ഷേ അതിനപ്പുറം കർഷക ആത്മഹത്യ വരുന്ന GST മൂലം, നോട്ട് നിരോധനം മൂലം ഒരുപാട് ചെറുകിട വ്യവസായങ്ങൾ തകർന്നുള്ള ഒരു ഇന്ത്യയിൽ ഇത്തരം മാസ് ഡയലോഗുകൾക്കും മാസ് എൻട്രികൾക്കും എത്രമാത്രം ജനങ്ങളെ അത് സ്വാധീനിക്കും? അത് സ്വാധീനിക്കുമെങ്കിൽ ഏത് തട്ടിലുള്ളവരായിരിക്കും? ഗോപി, അത്തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ആ മെഷീനറിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനുള്ള പദ്ധതികളെക്കുറിച്ചോ ഒക്കെ BJPക്ക് നല്ല ബോധ്യമുണ്ട്. UP പോലെ ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ തവണ 70-ലധികം സീറ്റുകൾ നേടാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനവർക്ക് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് UP പോലുള്ള സംസ്ഥാനത്താണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാസ് ഡയലോഗുകൾ ഒക്കെ കൊണ്ട് മാത്രമൊന്നും നടക്കില്ല. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. സാധാരണ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. TV കാണാത്ത, പത്രം വായിക്കാത്ത അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസസുമായി ഒന്നും ബന്ധമില്ലാത്ത തരത്തിലുള്ള ആളുകളിലേക്ക് പോലും BJPയുടെ മെസ്സേജ് ചെല്ലണം എന്നുള്ള മുൻകൂട്ടിയുള്ള പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പ്രവർത്തനമാണ് BJPക്ക് കഴിഞ്ഞ തവണ വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കിയത്. പക്ഷേ ഇത്തവണ അതിനെതിരായി നിൽക്കുന്ന, അന്ന് ചിതറിത്തെറിച്ചു നിന്നിരുന്ന പ്രതിപക്ഷ കക്ഷികളിൽ പലരും ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് BJP നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അവിടെ ഇത്തരത്തിലുള്ള മാസ് ഡയലോഗുകൾക്കും പ്രാധാന്യമുണ്ട്. പക്ഷേ അതിലുപരി BJP നടത്തുന്ന താഴെ തട്ടുവരെ എത്തുന്ന സംഘടനാ പ്രവർത്തനത്തിനും പ്രാധാന്യമുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നുള്ള ഒരു കാര്യത്തിന് തന്നെയായിരിക്കും BJP ഇത്തവണയും ഊന്നൽ നൽകുക. ഇന്ന് സംബന്ധിച്ച മറ്റൊരു ചർച്ച ചെയ്യപ്പെട്ടതിൻ്റെ വിഷയം എന്ന് പറയുന്നത് CPMൻ്റെ പ്രകടന പത്രികയാണ്. അതിൽ എടുത്തു പറയേണ്ടത് തൊഴിലാളികൾക്ക് 18,000 രൂപ കുറഞ്ഞ വരുമാനം വാഗ്ദാനം ചെയ്താണ് CPMൻ്റെ പ്രകടന പത്രിക പുറത്തുവരുന്നത്. കാർഷികോൽപ്പന്നങ്ങൾക്ക് ഉൽപ്പാദന ചെലവിലും 50% കൂടുതൽ താങ്ങുവില നൽകും. 6,000 രൂപ വാർദ്ധക്യ പെൻഷൻ അനുവദിക്കുമെന്നും പത്രിക വാഗ്ദാനം ചെയ്യുന്നുണ്ട്. Right to work as a constitutional right, provision of unemployment allowance for the jobless, old age pension with minimum monthly pension which is not less than half the minimum wage or rupees 6,000 per month which is higher for all citizens. കേരളത്തിൽ CPMൻ്റെ പ്രചാരണം തുടങ്ങിയ ദിവസങ്ങളായി രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുന്നു. അപ്പോഴാണ് CPMൻ്റെ ഈ പ്രകടന പത്രിക വരുന്നത്. വലിയ വലിയ വാഗ്ദാനങ്ങളാണ്. ദേശീയ തലത്തിൽ ഈ പ്രകടന പത്രികയുടെ പ്രാധാന്യം നിലവിലെ CPMൻ്റെ ശക്തി അനുസരിച്ച് എത്രമാത്രമാണ്? CPMൻ്റെ ശക്തി അനുസരിച്ച് ഇത്തരമൊരു പ്രകടന പത്രിക വെച്ചുകൊണ്ടൊക്കെ എന്താണ് കാര്യം? ഈ ഒരു പ്രകടന പത്രിക പറഞ്ഞിട്ട് CPMനെ എത്ര പേർ ശ്രദ്ധിക്കാനാണ്? പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ. സംസ്ഥാന തലത്തിൽ ശരിയാണ്, സംസ്ഥാന തലത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ ത്രിപുരയിൽ, ബംഗാളിൽ അല്ലെങ്കിൽ മറ്റു ചില സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിൽ മത്സരിക്കുന്നുണ്ട്. അവിടെയൊക്കെയും ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രകടന പത്രിക, ഞങ്ങൾക്കും ഒരു പ്രകടന പത്രികയുണ്ട്, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറയുന്നത് ഇതാണ്, ഈ തൊഴിലാളികളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ 18,000 രൂപ മിനിമം വേതനം ലഭിക്കുന്ന കാര്യം തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയാം. പ്രകടന പത്രിക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രകടന പത്രികകൾ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ CPMൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്തരം പ്രകടന പത്രിക മുന്നോട്ട് വെച്ച് പോയിട്ടുള്ളപ്പോഴും കോൺഗ്രസിൻ്റെ ഒന്നാം UPA സർക്കാരിൽ പുറത്തുനിന്ന് പിന്തുണച്ച CPMന് ആ സർക്കാരിനെ കൊണ്ട് പലതും ചില നയപരമായ തീരുമാനങ്ങൾ,
തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള മാർഗനിർദ്ദേശം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ CPM-ന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പ്രകടന പത്രിക എല്ലാ പാർട്ടികളും പ്രകടന പത്രിക ഇറക്കാറുണ്ട്. അത് ചിലപ്പോൾ ഈ ഒന്നാം ഘട്ട പ്രചരണമോ ഒക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കോ ഒക്കെ ആയിരിക്കും. അതുപോലെ CPM-ഉം ഒരു പ്രകടന പത്രിക ഇറക്കി എന്നതൊഴിച്ചാൽ ഇപ്പോഴത്തെ ദേശീയ സാഹചര്യത്തിലുള്ള CPM-ന്റെ പ്രസക്തി വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ശക്തി വെച്ച് നോക്കുമ്പോൾ ഇത്തരം പ്രകടന പത്രികയൊക്കെ ഒരു ചടങ്ങ് മാത്രമായി മാറുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രാധാന്യം ഇതിന് കൽപ്പിക്കേണ്ടതില്ല. ഇനി കോൺഗ്രസിന്റെ ഒരു ചടങ്ങിലേക്കാണ്. 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുണ്ട്. മത്സരിക്കാനില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞ ടി സിദ്ദിഖ് ഇനി എങ്ങനെ സ്ഥാനാർത്ഥിയായി പ്രചാരണത്തിനിറങ്ങും? കോൺഗ്രസിൽ ഇതൊന്നും പുതുമയല്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കലും നിലവിലെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പുതിയ ആളെ ഇറക്കലുമൊക്കെ കണ്ട പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി AICC അധ്യക്ഷനെ ഇറക്കിയാണ് ഇത്തവണ കളിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി സൗത്ത് ഇന്ത്യയിൽ നിന്ന് മത്സരിക്കണം, അത് കേരളത്തിലെ വയനാട്ടിൽ ഉണ്ടാകണം എന്നുള്ള റിക്വസ്റ്റ് അദ്ദേഹത്തോട് നൽകിയിരിക്കുകയാണ്. പാർട്ടിയിൽ അടികൂടി സിദ്ദിഖിന് വേണ്ടി സീറ്റ് പിടിച്ചു വാങ്ങിയ ശേഷമാണ് രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കുന്നതാണ് നല്ലതെന്ന ബുദ്ധി ഉമ്മൻചാണ്ടിക്ക് തോന്നിയത്. അത് ആദ്യം പരസ്യമായി പറഞ്ഞതും മറ്റാരുമല്ല. അതോടെ ആവേശത്തോടെ രമേശ് ചെന്നിത്തലയും ഏറ്റുപിടിച്ചു. ഇപ്പോൾ പറഞ്ഞവരും അറിഞ്ഞവരും കേട്ടവരുമില്ല. വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയുമില്ല. ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി എന്ന് കേട്ടതോടെ സ്ഥാനാർത്ഥിത്വം ഹൈക്കമാൻഡ് വിധേയത്തിൽ ചുരുട്ടിവെച്ച് ചുരമിറങ്ങി. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ ജീവിതത്തിലെ ഏറ്റവും സാർത്ഥകമായിട്ടുള്ള ഒരു മുഹൂർത്തമാണിത്. രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് ക്ഷണിച്ചവരിൽ പലരും ഇന്നിപ്പോൾ ആ തീരുമാനത്തിൽ ഖേദിക്കുന്നവരാണ്. രാഹുൽ ഗാന്ധിയുടെ പേരിൽ ചുറ്റിത്തിരിഞ്ഞ് വയനാട്ടിലെ പ്രചാരണം ആകെ തണുത്തുപോയതിന്റെ അതൃപ്തിയാണ് പല നേതാക്കൾക്കും ഉള്ളത്. കേരളത്തിലെ കോൺഗ്രസുകാർ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ UPA ഘടകകക്ഷികൾ പോലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് പിന്മാറണമെന്നാണ് ആവശ്യപ്പെടുന്നത്. രാഹുൽ വരുമോ ഇല്ലയോ എന്ന ചോദ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 ദിവസമായി. എങ്ങനെയൊക്കെയാണ് ഇത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത്, പ്രവർത്തകരെ അനിശ്ചിതത്തിലാക്കുന്നത്? കേരളത്തിൽ കോൺഗ്രസിനെ ഒരു വല്ലാത്ത മോശം അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. ഇത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയും ഇപ്രാവശ്യത്തെ ഒരുക്കങ്ങളും അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടുള്ള സമീപനവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിൽ ഒരു 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 സൈക്ലിക്കിലാണ്, ഒരു ചാക്രിക സ്വഭാവം ഉണ്ട് കോൺഗ്രസിന്റെ കാര്യത്തിൽ. ആദ്യം ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ, അത് MLA-മാരടക്കമുള്ളവരെ പ്രഖ്യാപിച്ച് മുന്നേറുമ്പോൾ കോൺഗ്രസിൽ ഇതൊന്നുമായിരുന്നില്ല. എന്നാൽ അതിനുശേഷം വടകരയിൽ ശക്തനായ സ്ഥാനാർത്ഥി വേണം എന്നുള്ള നില വന്നു. അവിടെ K. മുരളീധരനെ പ്രഖ്യാപിച്ചതോടുകൂടി മലബാറിൽ മൊത്തത്തിൽ തന്നെ ഒരു ഉണർവുണ്ടായി. അവിടെ ശക്തമായ പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചന കിട്ടി. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരുന്നു എന്നുള്ളത് കോൺഗ്രസിനെ അതിനേക്കാൾ വലിയ ആവേശത്തിലാക്കി. പക്ഷേ അതൊരു നനഞ്ഞ പടക്കമായി പോയി. ഇതുവരെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അതിനും അപ്പുറം രാഹുൽ ഗാന്ധിയുടെ കാര്യം നോക്കിയാൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ AICC പ്രസിഡന്റ് ഒരു സംസ്ഥാനത്ത് പോയി മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വാർത്തകൾ വരുന്നു. അതടക്കം ആ സംസ്ഥാനത്തെ 2 സീറ്റുകൾ ഒഴിച്ചിടുന്നു. ഇവിടെ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശക്തമായ തീരുമാനം, കൃത്യമായ തീരുമാനം വേണ്ട സമയത്തെടുക്കുക എന്നുള്ളതിന് കഴിയുന്നില്ല കോൺഗ്രസിന് എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ ഒരു തീരുമാനം വൈകലിലൂടെയും ഈ അനിശ്ചിതത്വം ഉണ്ടാക്കിയതിലൂടെയും കോൺഗ്രസ് പുറത്തേക്ക് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ശരത് യാദവും ശരത് പവാറും നൽകിയെന്ന് പറയുന്ന സന്ദേശം, പുറത്തുവരുന്ന സന്ദേശം വ്യക്തമാണ്. ഇടതുപക്ഷത്തോടല്ല ഇവിടെ വന്ന് ഏറ്റുമുട്ടേണ്ടത്, കർണാടകയിലോ മറ്റോ BJP-യോടാണ് ഏറ്റുമുട്ടുന്നത്. അതാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ രാഹുൽ വയനാട്ടിൽ വരാതിരിക്കാൻ ഇടത് സമ്മർദ്ദം ഉണ്ടായി എന്നുള്ള വാർത്തകളുടെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ? ഇടത് സമ്മർദ്ദം ഉണ്ടായി. ദേശീയ തലത്തിലുള്ള CPM നേതാക്കൾ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചു. കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല എന്നുള്ള കാര്യം, അത്തരത്തിലുള്ള ആശയവിനിമയം നടന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് കോൺഗ്രസോ CPM-ഓ ഒന്നും അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഏതായാലും പക്ഷേ ചില UPA ഘടകകക്ഷികൾ തന്നെ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ പോയി മത്സരിക്കുന്നത് ശരിയല്ല എന്ന ഒരു അവരുടെ അഭിപ്രായം രാഹുൽ ഗാന്ധിയുമായി പങ്കുവച്ചു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് കൂടിയാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഒരു രണ്ട് മനസ്സിൽ എന്നുള്ളതല്ല, ഏതാണ്ട് ഒരു 99% രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നില്ല, വയനാട്ടിൽ മത്സരിക്കുന്നില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അത്തരത്തിൽ ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്കും രാഷ്ട്രീയ തീരുമാനത്തിലേക്കും കോൺഗ്രസ് നേതൃത്വവും രാഹുൽ ഗാന്ധിയും എത്താനുള്ള കാരണം ഇത്തരത്തിൽ UPA ഘടകകക്ഷികളുടെ സമ്മർദ്ദം കൂടിയാണ് എന്ന് മനസ്സിലാകുന്നു. കാരണം
എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരിക, അല്ലെങ്കിൽ UPAയ്ക്കും മറ്റു ഘടകകക്ഷികളുമായി മറ്റ് കക്ഷികളുമായൊക്കെ ചേർന്ന് ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത ഉണ്ടാവുക, അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ച് അവരുടെ സീറ്റുകളൊക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമുണ്ടായാൽ CPM-ന് സ്വാഭാവികമായും കോൺഗ്രസിനെ പുറത്തുനിന്ന് ആണെങ്കിൽ പോലും പിന്തുണയ്ക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം ചിലപ്പോൾ എടുക്കേണ്ടി വന്നേക്കാം. ഇത്തരത്തിലുള്ള പല ഘടകങ്ങൾ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, കേരളത്തിൽ വന്ന് മത്സരിച്ചതുകൊണ്ട് കേരളത്തിൽ ഒരു അധികമായ വലിയ നേട്ടം എന്നുള്ള രീതിയിൽ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാക്കുക, അല്ലെങ്കിൽ നേരിട്ട് എതിരിടുന്ന BJPക്ക് വലിയൊരു തിരിച്ചടി നൽകാൻ കഴിയുക, ഇക്കാര്യമൊന്നും സംഭവിക്കാനുമില്ല. ഇതൊക്കെ കൂടി പരിഗണിച്ചിട്ടാകണം ഇപ്പോൾ വേണ്ട, വയനാട്ടിലേക്ക് പോകണ്ട, കേരളത്തിൽ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ സംഘവും ഏതാണ്ട് എത്തിക്കഴിഞ്ഞതെന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. ഈ രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഒരു സ്ട്രാറ്റജി നമ്മളൊന്നും നോക്കുന്ന സമയത്ത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണം എന്നൊരാലോചന വരുന്നു. അതിൽ പറ്റിയ സീറ്റുകളെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ വരുന്നു. കർണാടകയിൽ അവിടുത്തെ PCC അറിയിക്കുന്നു, ഇവിടുത്തെ PCC അറിയിക്കുന്നു. അതൊരു പ്രോസസ്സാണെന്ന് വെച്ചോളൂ. എന്നാലും 6 ദിവസം മുമ്പ് ഇത് ചാടിക്കേറി പറഞ്ഞ് തിരിച്ചു പറഞ്ഞ് മറച്ചു പറഞ്ഞ കേരള നേതാക്കളാണോ ഇത് ഇത്രയ്ക്ക് വഷളാക്കിയത്? ഇത്തരമുള്ള സാഹചര്യം ഇപ്പം 1999 സോണിയാഗാന്ധി ബെല്ലാരിയിൽ മത്സരിക്കാൻ വരുന്നു, കർണാടകത്തിലെ ബെല്ലാരിയിൽ മത്സരിക്കാൻ വരുന്നു. അന്നും കോൺഗ്രസ് നേതൃത്വം പല PCC പ്രസിഡന്റുമാരുമായി സംസാരിച്ചിട്ടുണ്ടാകും, കർണാടക PCC പ്രസിഡന്റുമായി സംസാരിച്ചിട്ടുണ്ടാകും. അന്നും ഇതുപോലൊരു വലിയ ബഹളവും ഒച്ചപ്പാടും ഉണ്ടാക്കിയിട്ടല്ല അന്ന് സോണിയാഗാന്ധി ബെല്ലാരിയിൽ വന്ന് മത്സരിച്ചതും സുഷമ സ്വരാജിനോട് ജയിച്ചതും. പക്ഷേ ഇവിടെ കേരളത്തിൽ ഇത്തരത്തിലൊരു താല്പര്യം AICC പരിഗണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാകണം കോൺഗ്രസ് നേതാക്കൾ ഇത്തരം ഒരു അഭ്യർത്ഥനയുമായി മുന്നോട്ടിറങ്ങിയത്. അതല്ല എങ്കിൽ കേരളത്തിൽ സിദ്ദിഖിനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും ഗ്രൂപ്പ് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്ത നേതാവ് തന്നെയാണ്, ഉമ്മൻചാണ്ടി തന്നെയാണ് ആദ്യമായി രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായും അത് AICCയുടെ താല്പര്യം തന്നെയായിരുന്നു. AICC മാത്രം ഒരു കാര്യം പരിഗണിച്ചിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് നേതാവായ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ ഡൽഹിയിൽ നിന്ന് പലരും പാണക്കാട് തങ്ങളെ വിളിച്ച് സംസാരിച്ചിരുന്നു, ഇത്തരത്തിലുള്ള ആശയവിനിമയം നടത്തിയിരുന്നു. ഞങ്ങൾ അതിന് തയ്യാറാണ്, ഞങ്ങൾ അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ AICC ഇത്തരം ഒരു താല്പര്യപ്പെട്ടിരുന്നു. 3 സംസ്ഥാനങ്ങളിലെ PCC പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇതിൽ ഏത് ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ് ഇതിനുവേണ്ടി ഏറ്റവും അധികം പ്രയത്നിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വെമ്പലിൽ കാര്യങ്ങൾ കൈവിട്ടു പോയതാണ് ഇത്ര വഷളാകാനുള്ള കാരണം. ഏറ്റവും ഒടുവിലായി കോൺഗ്രസിന് ഇത് പുതിയ അനുഭവമൊന്നുമല്ല. എന്നാൽ ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ദിവസമാണ്. പലരും പത്രിക സമർപ്പിക്കാൻ തുടങ്ങി. ഇത്രയും വൈകി അല്ലെങ്കിൽ ഈ സമയം വരെയും അനിശ്ചിതത്വമുള്ള കാലയളവ് ഒന്ന് ഓർത്തെടുത്താൽ ഏതൊക്കെയാണ്? ഗോപി, അത്തരത്തിലുള്ള പല സന്ദർഭങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞാൽ 2001 അന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. കേരളത്തിലെ പല മണ്ഡലങ്ങളിലും അന്ന് സ്ഥാനാർത്ഥി AK ആന്റണിയും K കരുണാകരനും തമ്മിൽ പല തർക്കങ്ങളും ഉണ്ടായി. പലയിടത്തും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. പക്ഷെ അതിൽ 3 സ്ഥാനാർത്ഥികളെ നിലവിൽ തീരുമാനിച്ചിരുന്ന ചുവരെഴുതി പോസ്റ്റർ ഒട്ടിച്ച സ്ഥാനാർത്ഥികളെ മാറ്റിയിട്ട് K കരുണാകരൻ നിർദ്ദേശിച്ച 3 സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വെച്ചു. അതിൽ ഒന്ന് AD മുസ്തഫ, അതുപോലെ തന്നെ MA ചന്ദ്രശേഖരൻ, അതുപോലെ ആറന്മുളയിൽ മാലേത്ത് സരളാദേവി തുടങ്ങിയ സ്ഥാനാർത്ഥികളെയാണ് അന്ന് K കരുണാകരൻ പുതുതായി നിർദ്ദേശിച്ച് നിലവിലുള്ള സ്ഥാനാർത്ഥികൾ, അതിൽ KP ധനപാലൻ അടക്കമുള്ളവരെയാണ് മാറ്റിയത്. അതുപോലെ ശിവദാസൻ നായർ അടക്കമുള്ളവരെ മാറ്റിയിട്ടാണ് ഇത്തരത്തിൽ പുതിയ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നത്. എന്നിട്ടും ആ 3 മണ്ഡലങ്ങളും കോൺഗ്രസ് ജയിക്കുന്ന സ്ഥിതിയുണ്ടായി. അന്ന് 2001 കോൺഗ്രസിന് അനുകൂലമായ വലിയൊരു ട്രെൻഡ് ഉണ്ടായിരുന്ന കാലമാണ്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ്. അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള ചരിത്രം മുൻപ് ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന് ഇത്തരം ഒരു മാറ്റം മറിച്ചിലുകളൊക്കെ വന്നു കഴിഞ്ഞാലും അതിനെയെല്ലാം മറികടന്ന് പോകാനുള്ള ഒരു മെക്കാനിസം കോൺഗ്രസിനുള്ളിൽ തന്നെ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോൾ വയനാട്ടിന്റെ കാര്യമാണെങ്കിൽ പോലും അവിടെ വയനാട്ടിൽ ഇനി സിദ്ദിഖിന് വീണ്ടും എന്ത് പറഞ്ഞു വരാൻ കഴിയും, എന്ത് പറഞ്ഞ് വോട്ട് ചോദിച്ച് വരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതല്ലാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അവിടെ വളരെ കംഫർട്ടബിളായി ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള കുഴമറിച്ചിലുകൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതിനെ മറികടന്നു പോകാൻ കഴിയും. പക്ഷേ ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ AICC പ്രസിഡന്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ പേര് വെച്ച് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അതിനകത്ത് തീരുമാനം ഉണ്ടാകാതിരിക്കുന്നു. അത് കോൺഗ്രസിനെ
ഈ ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ വയനാട് പോലുള്ള മണ്ഡലത്തിൽ ബാധിച്ചില്ല എങ്കിൽ പോലും മറ്റു പല മണ്ഡലങ്ങളിലും ഇത് എതിർ കക്ഷികൾക്ക് ഒരു പ്രചരണായുധമാക്കി മാറ്റാനുള്ള അവസരമാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും ഇതിപ്പോൾ കോൺഗ്രസ് തന്നെയുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു പാർട്ടിക്കുള്ളിലുള്ള കൺഫ്യൂഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. മൊത്തം എല്ലാവരെയും കൺഫ്യൂസ്ഡ് ആയിട്ട് വിജയിച്ച ഒരു അച്ഛൻ്റെയും മകൻ്റെയും കഥയിലേക്കാണ്. ആ അച്ഛനും മകനും ഒരു നാടകം കൂടി കളിച്ചു. അനന്തരം SNDPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ശരിദൂര സമീപനമാണെന്ന് അച്ഛൻ വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചു. അനുഗ്രഹം വാങ്ങാനെത്തിയ മകൻ തുഷാർ വെള്ളാപ്പള്ളി നേരത്തെ വനിതാ മതിലിന് പോയ അമ്മയുടെ പിന്തുണ കൂടി ഉറപ്പിച്ച തൃശ്ശൂരിലേക്ക് വണ്ടി കയറി. സസ്പെൻസ് അവസാനിപ്പിച്ച തുഷാർ വെള്ളാപ്പള്ളി ഒടുവിൽ സ്ഥാനാർത്ഥി കുപ്പായമിട്ടു. പുറമെ എതിർപ്പ് പറയുമെങ്കിലും BDJS രൂപീകരിക്കാനും കൊടിപിടിക്കാനും കൂടെ നിന്ന അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങാനാണ് തുഷാർ വെള്ളാപ്പള്ളിയിലെത്തിയത്. SNDP യോഗത്തിന്റെ ഭാരവാഹിത്വം തുഷാർ വെള്ളാപ്പള്ളി ഉപേക്ഷിക്കുമോ എന്നാണ് അറിയാനുള്ളത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അത് വേണ്ടിവരുമെന്ന് കർശനമായ നിലപാടെടുത്തിരുന്ന വെള്ളാപ്പള്ളി നടേശൻ അത് സൗകര്യപൂർവ്വം ഇപ്പോൾ മയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെ വേണമെങ്കിൽ നിങ്ങൾ വ്യാഖ്യാനിക്കാം. സംഘടനാ ചട്ടക്കൂട്ടിനകത്ത് നിന്നുള്ള സംഘടനാ ശൈലിയിൽ സംഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കും എന്നെനിക്ക് ഉത്തരബോധ്യം വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ മറുപടി പറയുന്നുള്ളൂ. അയാളുടെ രാജ്യമോ എൻ്റെ രാജ്യമോ ഇവിടെ ഒന്നും പ്രസക്തമല്ല. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വേറെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അതൊക്കെ വിട്ടേരില്ല. നാട്ടിലെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും വിജയപരാജയങ്ങൾ പ്രവചിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന തൃശ്ശൂരിനെ കുറിച്ചുമുണ്ട് ചിലത് പറയാൻ. കഴിഞ്ഞ പ്രാവശ്യം BJP കിട്ടിയത് 1,02,000 വോട്ടാണ്. അതിൽ നിന്ന് കൂടുതൽ കിട്ടുക, അത് എനിക്ക് എൻ്റെ സാഹചര്യത്തെ പറ്റി പറയാനൊക്കെ. അമ്മ പ്രീതി നടേശനെ കൂടി കണ്ട് അനുഗ്രഹം വാങ്ങാനാണ് സ്ഥാനാർത്ഥിയായി തുഷാർ എത്തിയത്. അവന്റെ പുറകിൽ പ്രാർത്ഥനാപൂർവ്വം നിൽക്കുകയാണ്. മോദിജിയുടെ കൈകൾക്ക് ബലം കൊടുക്കാൻ BDJSലെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കണം. ഇടതു സർക്കാർ മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച വനിതാ മതിലിന് പിന്തുണ നൽകിയ അതേ പ്രീതി നടേശനാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കൈകൾക്ക് കരുത്തു പകരാൻ തുഷാർ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്നത്. സർക്കാരിൻ്റെ നവോത്ഥാന നീക്കങ്ങളുടെ നായകനാണ് അദ്ദേഹം, അനുഗ്രഹിച്ചു വിട്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ആയുഷ്മാൻ ഭവ എന്നാണ് പറഞ്ഞത്, വിജയ് ഭവ എന്ന് പറഞ്ഞിട്ടില്ല. നേരെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മറുപടി ഏകദേശം അങ്ങനെയായിരിക്കും. ഇങ്ങനെ പല വെള്ളങ്ങളിൽ കാല് വെച്ച് നിൽക്കുന്ന ഈ ഒരു രാഷ്ട്രീയ അഭ്യാസത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? അതൊരു വലിയ ഒരു തന്ത്രമാണ്. അത് വെള്ളാപ്പള്ളി നടേശന് നന്നായി അറിയാം. വെള്ളാപ്പള്ളി നടേശൻ ഒറ്റയ്ക്ക്, തുഷാർ വെള്ളാപ്പള്ളി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് സമീപകാലത്താണ്. അതിനു മുൻപ് വെള്ളാപ്പള്ളി നടേശൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും ഒരു ആളിന് തന്നെ പല വള്ളങ്ങളിൽ കാലുവെക്കാൻ അദ്ദേഹത്തിന് നന്നായി അറിയാം. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് കാണുന്ന വെള്ളാപ്പള്ളി നടേശനല്ല നമ്മളിപ്പോൾ ഇന്ന് കാണുന്നത്. അന്ന് CPMനെ തറ പറ്റിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ നീങ്ങിയ വെള്ളാപ്പള്ളി നടേശൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് CPMനോടൊപ്പം ചേർന്ന് നവോത്ഥാന നായകരുടെ കൂട്ടത്തിലേക്ക് മാറുന്നതും അല്ലെങ്കിൽ വനിതാ മതിൽ സംഘടിപ്പിക്കുന്നതിനും നവോത്ഥാന നീക്കങ്ങൾക്കുമൊക്കെ ഈ സർക്കാരിനോടൊപ്പം, പിണറായി വിജയൻ സർക്കാരിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശനെയാണ് കണ്ടത്. ഇന്നിപ്പോൾ സ്വന്തം മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ അനുഗ്രഹിച്ചയക്കുന്ന വെള്ളാപ്പള്ളി നടേശനെയും നമ്മൾ കാണുന്നുണ്ട്. ഇതേ വെള്ളാപ്പള്ളി നടേശൻ ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നത് SNDP യോഗത്തിന്റെ സംസ്ഥാന ഭാരവാഹികളിൽ ഒരാളായ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുകയാണെങ്കിൽ ആ സ്ഥാനം രാജിവെച്ച് മാത്രമേ മത്സരിക്കാൻ കഴിയൂ. പക്ഷേ ഇന്ന് അദ്ദേഹം അതും ഉറപ്പിച്ചു പറയുന്നില്ല. സംഘടനാ ചട്ടക്കൂടുകൾക്കുള്ളിൽ ഉറച്ചു നിൽക്കും എന്ന ഒരു പ്രതീക്ഷ പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഏതായാലും തുഷാർ വെള്ളാപ്പള്ളിക്കായാലും വെള്ളാപ്പള്ളി നടേശനായാലും അത് രാഷ്ട്രീയമായിട്ടും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും എങ്ങനെ കാര്യങ്ങൾ നടത്തണം, എവിടെ നിൽക്കണം, ആരോടൊപ്പം നിൽക്കണം, ആരെ പിന്തുണയ്ക്കണം എന്നുള്ള കാര്യം നന്നായി അറിയാം. അത് നന്നായി അറിയാമെന്നുള്ള കാര്യം നാട്ടുകാരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് കൂടിയാണ് ഇന്നത്തെ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവസാനമായി ഒറ്റ ചോദ്യം കൂടി, അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എൻ ബ്ലോക്ക് ആയിട്ട് വോട്ടുകൾ എങ്ങോട്ടെങ്കിലും പോകുമോ SNDPയുടെ, അതോ നേരത്തെ ഉള്ളതുപോലെ തന്നെ ആയിരിക്കുമോ? SNDPയുടെ വോട്ടുകളെ അത് CPMനെതിരാക്കി കൊണ്ടുവരാനും അതുപോലെ തന്നെ അന്ന് NDAക്ക് അനുകൂലമാക്കി മാറ്റാനും വേണ്ടിയിട്ടാണ് അന്ന് BDJS എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയത്. പക്ഷേ അത് പല കാര്യങ്ങൾ കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ അതിൽ നിന്ന് മാറി. അതിനുശേഷം തുഷാർ വെള്ളാപ്പള്ളി മകൻ ആ BDJSുമായി മുന്നോട്ട് പോകുന്നു. അതിന് വേണ്ട സമയത്ത് വേണ്ട സഹായങ്ങൾ കൊടുക്കാനും എന്നാൽ സഹായങ്ങൾ കൊടുക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താനും വെള്ളാപ്പള്ളി നടേശന് നന്നായി അറിയാം. അതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സമീപകാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും SNDPയുടെ വോട്ടുകൾ ഒന്നും ഒറ്റയടിക്ക് ഏതെങ്കിലും ഒരു വശത്തേക്ക് മറിക്കാനുള്ള കഴിവ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനായാലും ഇല്ല, അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളിക്കാണെങ്കിലും ഇല്ല. രാജീവ് ക്ലിയർ കട്ടായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ക്ലിയർ കട്ട് ഇവിടെ പൂർണ്ണമാവുന്നു. പ്രധാന വാർത്തകളുമായി അതിൻ്റെ ക്ലിയർ കട്ട് വിശദീകരണങ്ങളുമായി നാളെ വീണ്ടും എത്താം. നമസ്കാരം.